പിന്നെ ആർച്ച് പോലെ ഫുള്ള് ലൈറ്റ് വെച്ചിട്ടുണ്ട്. ഇവിടെ പള്ളിപ്പെരുന്നാളായാലും ന്യൂ ഇയറൊക്കെ ആയാലും ഇവിടെ ഫുള്ള് ലൈറ്റ് കൊണ്ട് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. എന്താ അവിടുത്തെ തിരക്ക്, ഉള്ളിൽ കയറി നിൽക്കേണ്ടി വരില്ലേ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ. അടിപൊളി കേട്ടോ. അത് കയറുന്ന എൻട്രൻസ് ആണ്. ഹലോ, നമസ്കാരം. അപ്പം മറ്റന്നാളാട്ടെ ക്രിസ്മസ് വരുന്നത്. അപ്പം ഞാൻ വൈകിട്ടൊന്ന് ഇറങ്ങിയതാണ് എടപ്പള്ളി. നാളെ വീട്ടിൽ പോകുമ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ ഒരു സമയം ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഫുള്ള് നല്ല ട്രാഫിക്കൊക്കെയാണ് കേട്ടോ. അപ്പോൾ ലുലു മാളിൽ പോകാമെന്ന് വിചാരിച്ചു. ലുലു മാള് 11 മണിക്കേ ക്ലോസ് ചെയ്യുള്ളൂ. ഫുട്പാത്തിലൂടെ ഇങ്ങനെ നടക്കുക കേട്ടോ. ഇവിടെ ഫുൾ ബ്ലോക്കാണ് ഈ നേരത്തൊക്കെ. ഇവിടെ നമ്മൾ ഫുട്പാത്തിലൂടെ നടന്നിട്ടും കാര്യമില്ല, ഇതിൽ കൂടെ ബൈക്ക് വരെ പോകും. അത് നോക്കണോ. ഇതിപ്പം പാലാരിവട്ടം, എടപ്പള്ളിയിൽ നിന്ന് പാലാരിവട്ടം കല്ലൂര് റൂട്ടാട്ടോ. എടപ്പള്ളി പള്ളിയുണ്ട് ഇവിടെ. പള്ളിയുടെ അവിടേക്കാട്ടോ പോണേ. ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് പള്ളിയിൽ ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെ ഒരുപാട് ചെയ്തിട്ടൊക്കെയുണ്ട്. ഫുള്ള് ലൈറ്റ് ആട്ടോ. ഇവിടെ പള്ളിപ്പെരുന്നാളായാലും ക്രിസ്മസ് എന്താ ന്യൂ ഇയറൊക്കെ ആയാലും ഇവിടെ ഫുള്ള് ലൈറ്റ് കൊണ്ട് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ നാട് തൃശ്ശൂരാണെങ്കിൽ ഞാൻ വർക്ക് ചെയ്യുന്നത് എടപ്പള്ളിയാണ് കേട്ടോ. And I find myself wondering what did happen to the last 10. I ran away with my life, fast forward, never turn back again. It's kind of funny that the more we pass time, the more we need to set them rewind. And 19 was the year I had to leave you, but now I'm seeing all the signs. Is this really happening? I can't believe it's true. I'm just as surprised as you. Is this really happening? I can't be too sure, but one day I'll be yours again. അടിപൊളിയുണ്ടല്ലേ. പിന്നെ ആർച്ച് പോലെ ഫുള്ള് ലൈറ്റ് വെച്ചിട്ടുണ്ട്. എല്ലായിടത്തും സെൽഫി എടുക്കുന്ന ആളുകളാണ്, ഫോട്ടോസും സെൽഫിക്കും. അപ്പുറത്ത് ക്രിസ്മസ് ഒക്കെ, പിന്നെ അത് നക്ഷത്രം കിടന്ന് കറങ്ങുന്നുണ്ടോ. നമുക്ക് ലുലുവിൻ്റെ അവിടേക്ക് പോവാം. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ സമയം പോവില്ല. സമയം 8:30 കഴിഞ്ഞു കേട്ടോ. നടപ്പള്ളി ടോളാണ് കേട്ടോ. അത് മുകളിൽ കാണുന്ന മെട്രോ ലൈനാണ് കേട്ടോ. ഞാൻ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ രാത്രിയൊക്കെ ഇറങ്ങി നടക്കുള്ളൂ കേട്ടോ. എനിക്ക് കിട്ടാറ് സമയമൊന്നും കിട്ടാറില്ല, തോന്നാറില്ല. പിന്നെ ഒന്ന് ക്രിസ്മസ് ഒക്കെയാണ്, അപ്പം നല്ല തിരക്കൊക്കെ ഉണ്ടാവും. പിന്നെ ലൈറ്റൊക്കെ അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. മുകളിൽ ലുലുവിൽ നിന്ന് മെട്രോയിലേക്കുള്ള കണക്ഷൻ കേട്ടോ. സ്പെഷ്യൽ കണക്ഷനൊക്കെ ഉണ്ട് ഇവിടെ. ഇതാണ് ലുലു മോൾ. ഞാൻ എന്നും ജോലിക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെ ആയിട്ട് പോകും. അതുകൊണ്ട് ഈ എപ്പോഴും രാവിലെ ആയാലും വൈകിട്ടായാലും എപ്പോഴും ഇവിടെ ട്രാഫിക്കാണ്. ക്രിസ്മസ് ഐറ്റംസ് ഒക്കെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അടിപൊളിയുണ്ട് കേട്ടോ. അത് അടിപൊളി കേട്ടോ. അത് കയറുന്ന എൻട്രൻസ് ആണ്. ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഈ അടുത്തൊന്നും ഇറങ്ങില്ല. ഞാൻ ഹൈപ്പർ മാർക്കറ്റിലേക്ക് വേറെ ഏത് എൻട്രൻസ് ആണ് അങ്ങോട്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ലുലുവിൻ്റെ ഉള്ളിലേക്ക് കയറി. എന്താ അവിടുത്തെ തിരക്ക്, ഉള്ളിൽ കയറിങ്ങനെയുള്ള വാങ്ങിക്കാൻ പറ്റുമോ? ക്യൂ നിൽക്കേണ്ടി വരില്ലേ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ?
എന്താ അവസ്ഥ എന്നറിയില്ല. ക്യൂ നിൽക്കണം, എല്ലാവരും ക്യൂവിലാണ് ബില്ലടിക്കാനായിട്ട്. ഞാൻ ഉദ്ദേശിച്ച ഒരു സാധനം പോലെ അതിൻ്റെ ഉള്ളിൽ കാണാനിടോ. ഞാൻ കുറേ നടന്നൊന്നും ഇല്ല, തിരിച്ചു പോകുന്നുണ്ടോ. അപ്പം ഇനി ചങ്ങമ്പുഴ പോവാം. ചങ്ങമ്പുഴ പാർക്ക് പോയിട്ട് അവിടെ ഒരു ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട്. ഇത്രയും വലുതല്ല, പക്ഷെ അവിടെ ഉണ്ടാവും വിചാരിക്കും. ഒരു വണ്ടി, ഒരു ചെറിയൊരു ലോറി ബ്രേക്ക് ഡൗൺ ആയിട്ടോ, പഞ്ചറായി തോന്നുന്നു. നേരെ തടിഞ്ഞു കൊണ്ടിട്ടിട്ട് ഇതാണ് മെയിൻ എടപ്പള്ളി ജംഗ്ഷൻ. നേരെ പോയി കഴിഞ്ഞാൽ വൈറ്റില പോകും. ഇവിടുത്തെ ഫേമസ് റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ, വെജിറ്റേറിയൻ ആണ്. അമ്പിസ്വാമി. ഇപ്പോൾ സമയം 9:30 ആയിട്ടുണ്ട്. ഇവിടെ ചങ്ങമ്പുഴ പാർക്ക് ഇവിടെ ക്ലോസ് ചെയ്തിട്ടില്ലല്ലോ. 9:30 ആയിട്ട് ഇതിൻ്റെ ഉള്ളിലൊന്ന് കയറാം. ഇവിടെ രാവിലെ വൈകിട്ട് കുറേ ആളുകൾ ജോഗിങ്ങിനും അത് ഇതിനൊക്കെ ആയിട്ട് വരും. ഇവിടെ സ്റ്റേജ് ഉണ്ട്. ഇവിടെ മിക്കപ്പോഴും പ്രോഗ്രാമുകൾ നടക്കാറുണ്ട്. കഥകളി ആയിട്ട് നടക്കുന്ന. പിന്നെ ഇതിന് ചുറ്റും പിന്നെ നടക്കാം. ബോട്ട് ഇട്ടിട്ടുണ്ട്. എയറോപ്ലെയിൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ആക്ച്വലി ഇത് ഒറിജിനൽ തന്നെയാണ് തോന്നുന്നു കേട്ടോ. അത്യാവശ്യം നല്ല വെളുപ്പുണ്ട്. ഏതാണ് കേട്ടോ നോക്കിയത്. ഇതാണ് ഉള്ളിലൂടെ കയറിയിട്ട് എവിടെ ഇരുന്നത് എനിക്കറിയുന്നില്ല. അത്ര ആൾക്കാരുണ്ടാവും. പിന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഇവിടെ. സാധനങ്ങളുമായി ഞാൻ റൂമിലേക്ക് മടങ്ങുകയാണ്. സമയം ഇപ്പോൾ 10 മണിയാവിട്ട്. 10 മണി ആവാറായിട്ടുണ്ട്. നാളെ ഇനി ഓഫീസിൽ ചെറിയ കേക്ക് കട്ടിങ് ഒക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് വൈകിട്ട് വീട്ടിലേക്ക് പോകും. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഫുൾ കറക്റ്റ്.